ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വ്ളോഗിൽ സ്കൂളുള്ള ദിവസങ്ങളിൽ രാവിലത്തെ ആ ഒരു തിരക്കൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഷെയർ ചെയ്യുന്നത്. ഒരു മോർണിംഗ് റൂട്ടീൻ വ്ളോഗായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റ് അൺബോക്സിങ് കൂടിയുണ്ട്. എനിക്ക് വീണ്ടും ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ജ്വല്ലറി ഐറ്റംസ് ആണ്. അപ്പോൾ അതും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കാണാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് പോവാം. ഇവിടെ യു എയിൽ കുറച്ച് നേരത്തെ തന്നെ സ്കൂൾ ബസ് വരും. അപ്പോൾ അതുകൊണ്ട് മക്കളെ കുറച്ച് നേരത്തെ എണീപ്പിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എണീറ്റ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഫസ്റ്റ് റീനിനെ എണീപ്പിക്കും. പിന്നെ റീനിൻ്റെ തല നനയ്ക്കാറില്ല രാവിലെ രണ്ട് മക്കളും, കാരണം നല്ല തണുപ്പല്ലേ ഇവിടെ, അപ്പം തല നനയ്ക്കാറില്ല. പിന്നെ റീനിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഞാൻ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് റോസുവിനെ എണീപ്പിക്കാറ്. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ദോശയാണ്, നിർദോശയാണ്. മിക്ക ദിവസവും ഇവിടെ രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. കുറച്ച് പുട്ടുണ്ടാക്കും, കുറച്ച് ദോശ ഉണ്ടാക്കും. ദോശ സ്കൂളിലേക്ക് കൊടുത്തുവിടാനും മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാനും. പിന്നെ റീനുവിന് ഒട്ടും ഇഷ്ടമല്ല പുട്ട്. അപ്പോൾ പിന്നെ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കാറ്. എനിക്ക് പുട്ടുണ്ടാക്കാനാണ് ഭയങ്കര ഇഷ്ടം, കാരണം പഴം ഉണ്ടെങ്കിൽ പിന്നെ കറികളൊന്നും ആവശ്യമില്ലല്ലോ. പക്ഷേ റോസിന് ഭയങ്കര ഇഷ്ടം കേട്ടോ പുട്ടും പഴം ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കോമ്പിനേഷൻ. പക്ഷേ റീനിന് ഒട്ടും തന്നെ ഇഷ്ടമല്ല, അവൾ കഴിക്കില്ല പുട്ട് കൊടുത്താൽ. അപ്പോൾ ഏതായാലും ടിഫിന് ദോശ ഉണ്ടാക്കുന്ന ദിവസം അവൾക്കായിട്ട് ബ്രേക്ക്ഫാസ്റ്റും ദോശ ആക്കും. ബാക്കി എല്ലാവർക്കും പുട്ടാണ് ഉണ്ടാക്കാറ്. പിന്നെ ചോറ് സ്കൂളിലേക്ക് കൊടുത്തുവിടാറില്ല, കാരണം ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ ചോറിൻ്റെ സമയമാകുമ്പോഴേക്കും അവർ തിരിച്ചെത്തും വീട്ടിലേക്ക്. അപ്പം സ്നാക്കായിട്ടുള്ള ഇതാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് മിക്ക ദിവസവും കൊടുത്തുവിടാറ്. പിന്നെ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ അത് കൊടുക്കാറുള്ളൂ. അപ്പോൾ ദോശയിലേക്കുള്ള ചട്നിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ചട്നി സാധാ നമ്മളെ തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ചില ദിവസങ്ങൾ തലേ ദിവസത്തെ കറികൾ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാകും. അപ്പോൾ അതായിരിക്കും തലേ ദിവസം ഞാൻ ഡിന്നറിന് ഉണ്ടാക്കിയ കറികളുണ്ടെങ്കിൽ അതായിരിക്കും അവർക്ക് നെക്സ്റ്റ് ഡേ സ്കൂളിലേക്കും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനും കൊടുത്തുവിടാറ്. പക്ഷേ ഇപ്പോൾ കറികളൊന്നും ബാക്കിയില്ലാത്തതുകൊണ്ട് ഞാൻ ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ റീൻ ആദ്യം തന്നെ ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കും. അവൾക്ക് വേഗം എല്ലാം റെഡിയായി കിട്ടണം. ബസ് വരുന്നതിന് കുറേ മുമ്പ് തന്നെ അവൾ റെഡിയായി നിൽക്കും. റോസ് പിന്നെ ഏകദേശം ആ ഒരു സമയത്തെ നീക്കാറുള്ളൂ. ബസ് വരാൻ നേരത്ത് മാത്രമേ നീക്കാറുള്ളൂ. ബസ് അഥവാ പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇക്ക കൊണ്ടുപോയി വിടും. അപ്പോൾ റോസിന് ഭയങ്കര ഇഷ്ടമാണ് പുട്ടും പഴം കൂടെയുള്ള കോമ്പിനേഷൻ. രാവിലെ അവൾക്ക് പുട്ടും പഴമാണെങ്കിൽ ഒരു പുട്ടു നല്ല മര്യാദയൊക്കെ കഴിക്കും. ദോശയാണെങ്കിൽ പിന്നെ അത് ഞാൻ ഒന്ന് വാരി കൊടുക്കേണ്ടി വരും ഇടയ്ക്ക് വന്നിട്ട്. ഇപ്പോൾ പുട്ടിങ്ങനെ ചെറിയ ഉരുളകളാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടത്തോടെ അവൾ കഴിച്ചോളും. രണ്ടുപേരും ചായ കുടിക്കാറില്ല, ഇളം ചൂടുവെള്ളം കുടിക്കാറ് രാവിലെ. അപ്പോൾ ടിഫിന് ഞാൻ ഇതുപോലെ ദോശയും ചട്നിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് രണ്ടുപേർക്കും. അതുപോലെ ഞങ്ങളൊരു 10 മണിക്ക് ശേഷം ഹാളിലൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ലവ് ബേർഡ്സ് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കും അവർക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ പുതപ്പിട്ടിട്ട് കവർ ചെയ്ത് വെക്കും. രാവിലെയും ലൈറ്റ് ഇടാനൊന്നും പാടില്ല. അപ്പം റോസ് പോകാൻ നേരമാണ് അവരെ ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാറ്. അപ്പോൾ മക്കൾ സ്കൂളിൽ പോയ ശേഷമാണ് ഞാൻ ഇക്കാക്കുള്ള ലഞ്ച് റെഡിയാക്കുക. തലേ ദിവസം ചോറ് റെഡിയാക്കി വെക്കും, കറികളും ഉണ്ടാവും. പിന്നെ അതിലേക്ക് എന്തെങ്കിലും സൈഡ് ഡിഷ് മാത്രമേ ഉണ്ടാക്കുള്ളൂ രാവിലെ. ഓഫീസിൽ പോകുമ്പം ഉച്ചത്തേക്കുള്ള ഭക്ഷണം കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ രാവിലത്തെ ആ ഒരു തിരക്കായിരുന്നു അത്. അതിൽ കുറച്ച് വീഡിയോസ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ആമിസ് സബായ ഗിവ് എവേയിൽ രണ്ടാമത്തെ വിന്നറെ ഇന്നത്തെ വീഡിയോയിൽ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വിന്നറെയാണെന്ന് സെലക്ട് ചെയ്യുന്നത്. മൊത്തം 7 അബായകളാണ് നമ്മൾ കൊടുക്കുന്നത്. 3 വീഡിയോസ് ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുമ്പം റൈസ് റെസിപ്പീസ് വീഡിയോയിലാണ് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നത്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിഷാസ് കിച്ചൺ ആമിസ് സബായ AKAA സ്പേസ് നിങ്ങളുടെ പേര് മാത്രം കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരാളെ കമൻറ്റ് പിക്കർ വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഇവിടെ കോപ്പി ചെയ്യാം, കമൻറ്റ് പിക്കറിൽ കോപ്പി ചെയ്യാം.
അപ്പം ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആ ഒരു വീഡിയോ ലിങ്ക് കോപ്പി ചെയ്യാണ്. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് യൂസേഴ്സിനെ ഞാൻ ഒഴിവാക്കുന്നില്ല കേട്ടോ, കാരണം 1-2 കമൻറ്റ്സ് ഒരേപോലെ പലരും ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് AKAA എന്നാണല്ലോ. അത് ടൈപ്പ് ചെയ്ത ആളുകൾ എത്ര ഉണ്ടെന്ന് നോക്കാം. അതിൽ നിന്നാണ് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ AKAന്ന് കമൻറ്റ് ഇട്ടിട്ടുള്ളവർ 2823 പേരാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാം. ആമി സബായ ഗിവ് അവേ വിന്നറായിട്ട് ഒരാളെ സെലക്ട് ചെയ്യാം. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ പോവാണ്. ആരാണ് ആ ഒരു ലക്കിയസ്റ്റ് പേഴ്സൺ എന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റത്തെ വിന്നർ നിഷ സിധു. പെട്ടെന്ന് തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അഡ്രസ്സ് അയച്ചു തരാം കേട്ടോ എനിക്ക് വാട്സപ്പിലേക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിന്നർ ബുഷ്ര നവാലാണ്. ബുഷ്രയുടെ കമൻറ്റ് AKAA സ്പേസ് ബുഷ്ര വെറൈറ്റി റൈസ് സൂപ്പർ റെസിപ്പീസ് എഗ് റൈസ് ഈസ് കളർഫുൾ. അപ്പോൾ ബുഷ്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം. കൺഗ്രാറ്റ്സ് ബുഷ്ര. അപ്പോൾ അതാ വീണ്ടും ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ലേഡീസിന് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇന്നത്തെ നമ്മുടെ ഗിഫ്റ്റ്. എൻ്റെ വ്യൂവേഴ്സിനോടാണ് എനിക്ക് ഒത്തിരി താങ്ക്സ് പറയാനുള്ളത്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും ഗിഫ്റ്റൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ജ്വൽസ് ഗാലക്സിയിൽ നിന്നാണ് ഈ ഒരു ഗിഫ്റ്റ് വന്നിട്ടുള്ളത്. കുറച്ച് ജ്വല്ലറി ഐറ്റംസാണ്, ആർട്ടിഫിഷ്യൽ ജ്വല്ലറിയാണ്, അതായത് നമ്മുടെ ഫാൻസി ഐറ്റംസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ബാക്കിയൊക്കെ കാണിക്കാം. ഭയങ്കര നല്ല പാക്കിംഗ് ഒക്കെ ആണ് കേട്ടോ. അതുപോലെ ബബിൾ റാപ്പിലൊക്കെയാണ് അവർ പാക്ക് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ബോക്സ് ഉണ്ട്. അത് തുറന്ന പഠനത അതുപോലെ ഒരുപാട് ബോക്സുകളുണ്ട്. ഇവരുടെ പ്രൊഡക്ട്സ് ആമസോണിലും മിന്ത്രയിലും ഒക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ പിൻഡ് കമൻ്റ് ആയിട്ട് ഇടാം. പിന്നെ പൊതുവേ ഫാൻസിക്കൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലാണല്ലോ ഇപ്പം. അപ്പം ഇവരുടെ അടുത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റിൽ കിട്ടും. അതാണ് പ്രത്യേകത. അപ്പം മൊത്തം 11 ബോക്സാണ് അവർ കൊടുത്തു വിട്ടിട്ടുള്ളത്. 11 ജ്വല്ലറി ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് തുറന്ന് നോക്കാം. ഞാൻ ഓൾറെഡി എല്ലാം തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, കാരണം ഫുൾ പാക്ക് ചെയ്തിട്ടാണ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇനിയിപ്പോൾ അതിന് ടൈം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് തുറന്ന് ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടും തുറന്ന് നോക്കാം. പിന്നെ ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഓരോന്നും ഇട്ടതും കാണിക്കാം. ആദ്യം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ളത് ക്രിസ്റ്റൽ റോസ് ഗോൾഡ് പ്ലേറ്റഡ് ബ്രേസ്ലെറ്റ് ആണ്. അപ്പം ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 319 രൂപയാണ്. അപ്പം എന്താ പറയുക, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ താഴെ പിൻഡ് കമൻ്റ് ആയിട്ട് ഇടാം കേട്ടോ. ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാൻ. എന്താ ബ്രേസ്ലെറ്റ് ഇതാണ്, നല്ലൊരു കോപ്പർ കളർ വരുന്നൊരു ബ്രേസ്ലെറ്റ് ആണ്. അപ്പം അടുത്തത് വരുന്നത് പേൾ ഗോൾഡ് പ്ലേറ്റഡ് റിങ്സ് ആണ്. കുറേ റിങ്സ് ഉണ്ട്. അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 279 രൂപയാണ്. ഒരുപാട് പല സൈസുള്ള റിങ്സ് ആണുള്ളത്. ഇങ്ങനെയാണ് ആ ഒരു സെറ്റ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 279 279 രൂപ. ഇനി അടുത്തത് ഗോൾഡ് പ്ലേറ്റഡ് ചെയിൻ നെക്ലേസ് ആണ്. ഇതാണ് നെക്ലേസ്. ഇതിങ്ങനെ എന്താ പറയുക, 4 ലെയർ ആയിട്ട് വരുന്ന നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല സിമ്പിൾ ആയിട്ടുള്ള നെക്ലേസ് ആണ്. ബ്ലാക്കിലേക്കൊക്കെ നല്ല മാച്ചാണ്. ഞാൻ ഇട്ട് കാണിക്കാട്ടോ എല്ലാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 209 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇനി അടുത്തത് വീണ്ടും ഒരു ബ്രേസ്ലെറ്റ് ഞാൻ തോന്നുന്നു. ഓക്കെ, ഗോൾഡ് പ്ലേറ്റഡ് ചാം ബ്രേസ്ലെറ്റ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 299 രൂപയാണ്.
ഇനി അടുത്തത് ഒരു സിൽവർ പ്ലേറ്റഡ് ബ്രേസ്ലെറ്റ് തന്നെയാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 259 രൂപയാണ്. അടുത്തത് ഗോൾഡ് പ്ലേറ്റഡ് നെക്ലേസ് ആണ്. അയ്യോ 209 209 രൂപയാണ്. സംഭവം നല്ല ഭംഗി ഇതുണ്ട്, എന്താ പറയുക, നല്ല വെയ്റ്റ്ലെസ് ആണ്. അടുത്തത് ബീഡ്സ് ഗോൾഡ് പ്ലേറ്റഡ് ചാം ബ്രേസ്ലെറ്റ് ആണ്. കൂടുതലും ബ്രേസ്ലെറ്റുകളാട്ടോ. നല്ല ഗ്രീനിൽ വരുന്ന 289 രൂപയാണ്. നെക്ലേസ് സെറ്റാണ്. നെക്ലേസിൻ്റെ അടിപൊളി സെറ്റാട്ടോ. ഭയങ്കര നമ്മൾ സാരിയിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സെറ്റാണ്. ക്രിസ്റ്റൽ സിൽവർ പ്ലേറ്റഡ് അഡ്ജസ്റ്റബിൾ റിംഗ് ആണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 259 റുപ്പീസ് ആണ്. ഇതിൻ്റെ അകത്ത് അതുപോലെ ഒരു ബോക്സ് ഉണ്ട്. അതിൻ്റെ അകത്താണ് നമ്മുടെ റിംഗ് വരുന്നത്. ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റിംഗ് ആണെന്ന് തോന്നുന്നു. അത് ബോക്സിൻ്റെ പ്രത്യേകത ആയിരിക്കട്ടെ ചിലപ്പോൾ. ഗോൾഡ് പ്ലേറ്റഡ് റിംഗ് ബ്രേസ്ലെറ്റ് നെക്ലേസ് സെറ്റാണ് കേട്ടോ. നെക്ലേസും ഉണ്ട്, ബ്രേസ്ലെറ്റും ഉണ്ട്, എല്ലാം കൂടിയുള്ള നല്ലൊരു അടിപൊളി സെറ്റാണ്. ഇതാണ് ഇതിലെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഗോൾഡനിലാണ് വരുന്നത്, പക്ഷെ നല്ലൊരു അട്രാക്ഷൻ വരുന്നുണ്ട്. നല്ല സ്റ്റോണൊക്കെ ആയിട്ട് നല്ലൊരു അട്രാക്ഷൻ വരുന്ന നല്ലൊരു നെക്ലേസ് തന്നെയാണ്. പിന്നെ ലാസ്റ്റ് വൺ, അത് ഒരു പേൾ ഗോൾഡ് പ്ലേറ്റഡ് നെക്ലസ് സെറ്റാണ്. ഇതിൻ്റെ റേറ്റ് 309 ആട്ടോ. ഈ നെക്ലസിന് ഗോൾഡ് പ്ലേറ്റഡ് ഫസ്റ്റ് നമ്മൾ കാണിച്ചതിന്. ഇപ്പോൾ രണ്ടാമത്തത് 329 രൂപേൻ്റെ നെക്ലസ് സെറ്റാണ്. അത് പേളിലാണ് വരുന്നത്. നമ്മൾ കഴുത്തിൽ ഇങ്ങനെ ടൈറ്റായി കിടക്കുന്ന ആ ഒരു ടൈപ്പ് നെക്ലസ്സാണ്. അതിൻ്റെ കൂടെ കമ്മലുണ്ട്, പിന്നെ നെറ്റിയിൽ വയ്ക്കുന്ന സംഭവമുണ്ട്. ഇത് നമ്മൾ ഫാൻസിലൊക്കെ കാണുന്ന നോർമൽ സംഭവം തന്നെ ആയിരിക്കും. പിന്നെ കമ്മല് ഭയങ്കര സംഭവം, വലിയ കമ്മലായിട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജ്വല്ലറി അൺബോക്സിങ് എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ പിൻഡ് കമൻറ്റിലിടാം. അപ്പോൾ ഫാൻസി നമ്മളിപ്പോൾ നാട്ടിൽ ഭയങ്കര റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓൺലൈനിൽ ഇതുപോലെ താല്പര്യം ഉണ്ടെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കാം. ജ്വൽസ് ഗാലക്സി എന്നാണ് അവരുടെ ഓൺലൈൻ പേര്, അവരുടെ വെബ്സൈറ്റ് ഉണ്ട്. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ പിൻഡ് കമൻറ്റോ ആക്കിയിട്ട് ഇടാം കേട്ടോ.
അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നേരം ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു. എനിക്കന്ന് ഡോക്ടറെ കാണുന്ന ദിവസമായിരുന്നു. ഡോക്ടറെ മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നു, ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഉമ്മൽ ക്വീനിലുള്ള തുമ്പെ ക്ലിനിക്കിലാണ് കാണിക്കുന്നത്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് തലകറക്കമാണ്, അപ്പം ബ്ലഡ് കുറവായിട്ടാണെന്നൊക്കെ. നാട്ടിൽ നിന്ന് ചെക്ക് ചെയ്തപ്പം ബ്ലഡ് പറ്റ കുറവായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ റിസൾട്ട് വാങ്ങിക്കാൻ ഇക്ക മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ റിസൾട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓക്കെയാണ്, കുഴപ്പമില്ല, ടാബ്ലറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് കുറച്ച് ഐറ്റംസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫുഡ് നന്നായിട്ട് കഴിക്കാനും, അതുപോലെ ചിക്കൻ ലിവർ, ബീട്രൂട്ട്, ഈത്തപ്പഴം അതൊക്കെ നന്നായിട്ട് കഴിക്കാൻ, രാഗി അതൊക്കെ നന്നായിട്ട് കഴിച്ചാൽ തന്നെ അത്യാവശ്യം നോർമലാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി വീണ്ടും ലുലുലൊന്ന് കയറി. പിന്നെ ലുലുവിൽ ഇതുപോലെ ഓഫറിൽ 70% ഓഫുണ്ട്. നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഞാനും ഒന്നെടുത്തു, റീനും ഒന്നെടുത്തു. റോസിന് ഭാഗമുള്ളതൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാനും എടുത്തു. എനിക്ക് നല്ല കറക്റ്റ് സൈസായിരുന്നു. ഞാൻ മുമ്പ് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചൊരു സംഭവമായിരുന്നു, പക്ഷേ അന്ന് അതിന് 59 സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 18 ദിറംസിൽ കണ്ടപ്പോൾ പിന്നെ അത് വേഗം എടുത്തു. പിന്നെ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് ഏത് വിപ്പിംഗ് ക്രീമാണ് നല്ലതെന്ന്. മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യാറ്. പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ ചിക്കൻ ലിവർ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കിഷ്ടമൊന്നുമല്ല, പക്ഷേ അയൺ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ് അത്രേ ചിക്കൻ ലിവറിൽ. എന്തായാലും ടാബ്ലറ്റ് ഇപ്പോൾ തൽക്കാലം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ സമാധാനമായി. അപ്പോൾ അതെങ്കിലും ഫുഡ് കഴിച്ചിട്ടെങ്കിലും അതൊന്ന് നോർമലാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗിവ് അവേ വെച്ചിട്ടില്ല കേട്ടോ, കാരണം ഇന്ന് വേറൊരു അൺബോക്സിങ് വീഡിയോ ഉള്ളതുകൊണ്ട് ഇന്ന് വീഡിയോയിൽ ഗിവ് അവേ ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അതുപോലെ നമ്മുടെ അൺബോക്സിങ് വീഡിയോ ഉണ്ടല്ലോ, അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലാണ് ഗിവ് അവേ ഇല്ലാത്തത്. അടുത്ത വീഡിയോകളിലായിട്ട് നമ്മുടെ ആമിസ് അബായ ഗിവ് അവേ ഉണ്ട്. 4 അബായാസും കൂടി ഇനി നമുക്ക് അബായ വിന്നറും കൂടി സെലക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുത്ത വീഡിയോകളിലായിട്ട് ഉണ്ടാകും. അപ്പം വീഡിയോസ് കാണാം. വേറെ നല്ല അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.